ഈശലിണകൾ റൗണ്ടിലേക്ക് പെർഫോമൻസുമായി എത്തുന്നു അസറും ഫാരിഷ ഹുസൈൻ. ഫാരിഷയുടെ കൂടെ പാടുമ്പോ ഞാൻ ആദ്യമേ ഒരു ടിപ്പ് അസറിന് തന്നേക്കാം. ഫാരിഷ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് പാടുന്ന ഒരാളാണ്, അതുകൊണ്ട് ചിരിച്ചേക്കണം. ചിരിക്കും. ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്? ഡാൻസ് ഇല്ല. ഓക്കെ ഫാരിഷ, പ്രാക്ടീസിന്റെ സമയത്ത് അസർ എങ്ങനെ ഉണ്ടായിരുന്നു? അസർ നന്നായിട്ട് പാടും, നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. ഭയങ്കര വിനയാണ് ആള്. നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് അസർ. നല്ല കുട്ടിയാണ്. അസറെ നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടാണ്. ഒരു കോംപ്ലിമെന്റ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഏതാണീ ശോകത്തി അമറിന്നൊളി രാജാത്തി, എങ്ങൊന്നു വന്നിങ്ങു നീ ബദറുളിയേ ജന്നാത്തിൻ കതിരൊളിയേ. ഏതാണീ ശോകത്തി അമറിന്നൊളി രാജാത്തി, എങ്ങൊന്നു വന്നിങ്ങു നീ ബദറുളിയേ ജന്നാത്തിൻ കതിരൊളിയേ. ജിന്നുകൾ ചൊല്ലിയും ശൗഖേറും ശൗഖത്തിയെ ചൊല്ലിടുമോ നീയാരാണെന്ന്. ഏതാണീ ശൗഖത്തി അമറിന്നൊളി രാജാത്തി, എങ്ങൊന്നു വന്നിങ്ങു നീ ബദറുളിയേ ജന്നാത്തിൻ കതിരൊളിയേ. നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ, നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത്. നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ, നീ തന്നെയാണ്
ഞാൻ തേടിയ എൻ്റെ ഹാജത്ത്. പിരിശുപ്പൂവായോലി പിരിയില്ല നിന്നെ ഞാൻ, ഇനിയൊരു നാട്ടിലേക്കും പറക്കില്ല ഞാൻ നീ കൂട്ടിനില്ലാതെ. ഏതാണീ ശോകത്തി അമറിന്നൊളി രാജാത്തി, എന്നൊന്നു വന്നിന്നു നീ ബദറുള്ളിയേ ജന്നാത്തിൻ കതിരൊള്ളിയേ. കരളായോലേ എൻ്റെ ശൗഖ്യേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ, കേൾക്കൂ യാ മെഹബൂബേ. ഏതാണീ ശോകത്തി അമറിന്നൊളി രാജാത്തി, എന്നൊന്നു വന്നിന്നു നീ ബദറുള്ളിയേ ജന്നാത്തിൻ കതിരൊള്ളിയേ. കരളായോലേ എൻ്റെ ശൗഖ്യേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ, കേൾക്കൂ യാ മെഹബൂബേ. അസർ, ഫാരിഷ, നല്ല സൂതിങ് മ്യൂസിക്, ഇങ്ങനെ കേട്ടിരിക്കാവുന്ന ഒരു പാട്ട്. ഇനി നമ്മുടെ ജഡ്ജസ് ഇത് കേട്ടിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സജ്ലത. നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു രണ്ടാളുടേതും. എനിക്ക് വന്നത് അസറിന്റെ പാട്ടിൽ കൊടുത്തതിനെക്കാട്ടിയും ആ ഒരു ഷൗക്കത്തിനെ നോക്കിയിട്ട് പാടുന്നുണ്ടല്ലോ, അത് ഫേസിലും ആക്ടിങ്ങിലൊക്കെ ആയിരുന്നു, കൈയുടെ ആക്ഷനിലൊക്കെ ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ ആള്. ഷൗക്കത്തി ഉണ്ടോ ശരിക്കും ലൈഫിൽ? ഉണ്ട്. എന്തായാലും ആ ഷൗക്കത്തിക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാമല്ലേ ഈ സോങ്. നന്നായി പാടിയാ സർ. പിന്നെ ഫാരിഷ നന്നായി സപ്പോർട്ട് ചെയ്തു. കാരണം ഈ ഒരു സോങ് ആരാണ്, അസനാണോ സെലക്ട് ചെയ്തത്? ആണല്ലേ. ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു ഡുവറ്റ് സോങ് അല്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് പാടി പോകാൻ പറ്റുന്ന ഒരു സോങ് അല്ല, നല്ല ടഫായിട്ടുള്ള സോങ് ആണ്. പിച്ചിങ് ഒക്കെ ഭയങ്കര മെയിലിൻ്റെ അതേ പിച്ചിങ്ങിലൊക്കെ ഫീമെയിലിനെ പാടി എത്തിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഫാരിഷക്ക് റേഞ്ചൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ. നല്ല റേഞ്ചിൽ പാടുന്ന സിംഗറാണ്. നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തു ഫാരിഷ. പിന്നെ അസർ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അസറിൻ്റെ സിംഗിങ് ഞാൻ മുന്നേയും കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സിംഗറാണ്, നല്ല കഴിവുള്ള സിംഗറാണ്. ഈ പാട്ടിൽ എനിക്ക് ആകെ ചെറിയൊരു പ്രശ്നം തോന്നിയത് ചരണത്തിലാണ്. ചരണത്തിൽ ഹൈയിൽ പോകുന്ന പോർഷൻസൊക്കെ ചെറിയൊരു ഷിവറിങ് ഉണ്ട്. അസറിന് ഒരു ചെറിയൊരു കൺട്രോൾ കുറവുണ്ടായിരുന്നു ചരണത്തിൽ മാത്രം. ബാക്കിയൊക്കെ സംഗതികളാണെങ്കിലും എല്ലാം വോയിസും നന്നായിട്ടുണ്ട്. ഈ ഒരു ചെറിയ പ്രശ്നങ്ങളും കൂടി ശരിയാക്കിയെടുത്താൽ നല്ല മാർക്ക് നേടാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. മുസാക്ക. അല്ല മോനെ, ഈ പാട്ട് എഴുതിയതാരാന്നറിയില്ല, ഞാൻ മാർക്ക് ഓർക്കും. ഇത്തിരി വലിയ പ്രയാസമുള്ള നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി മേൽ ആരുകൂടെ മത്സരത്തിന് പാടുന്നത്, അത് ഞാനിവിടെ ഇരിക്കുന്നില്ലെങ്കിലും അവരാ നിർബന്ധമായിട്ടും അറിയിക്കണം. അവരാണ് ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ ഉടമകൾ. അവരെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പം ഇത് സംഗീതം എനിക്കറിയാം. സംഗീതം അത് കേൾക്കുമ്പം തന്നെ അറിയാം സംഗീതം കുഞ്ഞുമൂസയാണെന്നുള്ളത്. പ്രത്യേക സ്റ്റൈലാണ് അത്. എം കുഞ്ഞുമൂസ ചെയ്ത ഒരു പാട്ടും ഒരു മോശം എന്നുള്ള ഒരു പാട്ട് കുഞ്ഞുമൂസ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ഒരു വരികളോട് പൊരുത്തപ്പെട്ട് ചെയ്യുന്ന കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും. അത് പാടിപ്പലിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം കണ്ണൂർ ഷെരീഫ് പാടിയ പാട്ട് ഇയാൾ പാടിയ കണ്ണൂർ ഷെരീഫും ഈ പാട്ടുകാരുടെ കൂട്ടത്തിൽ വല്ലാത്തൊരു പാട്ടുകാരനാണ്. അയാളെ തൊണ്ടേന്തി വരുന്ന സാരമൊന്നും ശരിയാക്കൊന്നും അത് ആലോചിക്കാൻ കഴിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകാരനാണ്. അതുകൊണ്ട് കണ്ണൂർ ഷെരീഫിൻ്റെ പാട്ടുമെല്ലാം പാടി ഇത്രയും നല്ല ഫലിപ്പിക്കുകയാണ് കഴിയുവാണെങ്കിൽ മാർക്ക് കുറക്കും എന്ന് പറഞ്ഞാൽ കുറക്കും. ഇപ്പം ഞാൻ കുറച്ചിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് ഇനി എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെടുത്ത് ഞാൻ ഈ കളി കളിക്കുന്നത്. നന്നായി പാടി, വളരെ ഗംഭീരമായി. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഷെരീഫ് ടച്ചിലാണ് പാടിയത്. അതെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വ്യത്യാസം വന്നു. അവിടെ പാരിഷും രണ്ടുപേരും കറക്റ്റായിട്ട് രണ്ടുപേരും ഒരേ സ്റ്റൈലിൽ തന്നെയാണ് പാടി. ഇനി മുസക്കൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് ഇപ്പം മുസക്ക പറഞ്ഞതുപോലെ അതിനായ ഒരു ടച്ച് ഉണ്ട്. വടകര കുഞ്ഞുമുസക്കൻ്റെ ടച്ച് ഇതിൽ കാണുന്നുണ്ട് ഓരോ സ്ഥലത്തും. എല്ലാ പോർഷനും നന്നായി പാടിയിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ചെറിയ ഒരു ആ ചരണം മാത്രം ഒന്ന് പാടും.
നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത്. ഇപ്പൊ കറക്റ്റായിട്ട് വന്ന അവിടെ മ്യൂസിക് ഇല്ലാതെ റിതം ഇല്ലാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, അവിടെ ഇപ്പൊ ഭംഗിയായി പാടി. നേരത്തെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഹാരിഷ നന്നായി പാടിന് കേട്ടോ. മൂസക്ക ഇതിനടിയിൽ ഓക്കെ. എന്നാലും ഓൾ ദി ബെസ്റ്റ്. മൂസക്കയുടെ കമന്റ് കേട്ട് ചെറുതായിട്ട് ടെൻഷനായോ? നമുക്ക് മൂസക്കയോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത പ്രാവശ്യം മുതൽ ഉറപ്പായിട്ടും പഠിക്കും അല്ലേ? ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇനിയും മൂസക്ക എത്ര മാർക്ക് തരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സജിലത്ത 20-ൽ 16.5. മൂസക്ക 40-ൽ 35 മനസ്സിലുണ്ട്. കരുതി കുട്ടി കുറച്ചൊന്നുമല്ല, 35 മാർക്ക് തന്നില്ല. അബൂട്ടി മാഷെ 40-ൽ 36. അസറിന്റെ ടോട്ടൽ മാർക്സ് 88 ഔട്ട് ഓഫ് 100. അസർ എന്തോ പറയാൻ വന്നല്ലോ? ഇല്ല ഒന്നുമില്ല പറയാം. സന്തോഷായി. സന്തോഷം. ഓക്കെ, സന്തോഷിക്കാനായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ. ഫാരിഷ്തയുടെ കയ്യിൽ നിന്നും അസർ മേടിച്ചോളൂ. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.